ആദ്യം തന്നെ നമുക്ക് ഫയലിൽ പോയി ന്യൂ എടുക്കുക, Ctrl N അടിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ന്യൂ ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. അതിൽ പല പല ഓപ്ഷൻസ് ഉണ്ടാവും. A4 കസ്റ്റം, അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് വെച്ചിട്ടില്ല, നമ്മളിപ്പോഴാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10:5 അങ്ങനത്തെ ഒരു സൈസൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഞാൻ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പല ഫ്രെയിംസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം സൈസിൻ്റെ പിക്സൽസ് എത്രയാണെന്നുള്ളത് 1080 പിക്സൽസ് വിത്തിനും 1350 പിക്സൽസ് ഹൈറ്റിനും റെസൊല്യൂഷൻ 300 ആണ് വരുന്നത്. അഡ്വാൻസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ sRGB എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അങ്ങനെ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ സൈസ് ആ പേജ് ഓപ്പൺ ആകുക. ഇനി നമുക്ക് എങ്ങനെയാണ് വെർട്ടിക്കൽ ടൈപ്പിൽ പേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വിഡ്ത്ത് വരുന്നത് 1080 ആണ് വരുന്നത്, അതിൻ്റെ പിക്സൽസ് 1080 ആണ്. അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ പിക്സൽസ് വരുന്നത് 608 ആണ്. 606 ഞങ്ങൾ ചൂസ് ചെയ്യാം. തന്നെ അഡ്വാൻസ് ഓപ്ഷനിൽ sRGB സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്ത് വരിക. കാരണം എന്താ വെച്ചാൽ ഇത് വിഡ്ത്ത് കൂടുതലായിരിക്കും, ഹൈറ്റ് വളരെ